ഹലോ ഓൾ. അപ്പോൾ നമ്മൾ RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് എന്നുള്ള മോഡ്യൂളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്ലം ടെസ്റ്റ്. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മെത്തേഡ് ഓഫ് മിക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വി ഹാവ് ഹാൻഡ് മിക്സിംഗ് ആൻഡ് മെഷീൻ മിക്സിംഗ്. ഓക്കെ, എന്തൊക്കെ മെത്തേഡ്സാണുള്ളത്? ഹാൻഡ് മിക്സിംഗ് ഉണ്ട്, പിന്നെ ഉള്ളത് മെഷീൻ മിക്സിംഗ്. എന്താണ് മെഷീൻ മിക്സിംഗ്? അപ്പോൾ ഹാൻഡ് മിക്സിങ്ങും മെഷീൻ മിക്സിങ്ങുമാണ് നമുക്ക് എന്ത് ചെയ്യുക കോൺക്രീറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഹാൻഡ് മിക്സിങ്. ഓക്കെ, ഹാൻഡ് മിക്സിങ് എല്ലാവരും കോൺക്രീറ്റ് കൈ കൊണ്ട് കുഴയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാകും, ഹാൻഡ് മിക്സിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഹാൻഡ് മിക്സിങ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു ഹാർഡ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലായിരിക്കും. ഓക്കെ, ഒരു ഹാർഡ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് നമ്മൾ ഹാൻഡ് മിക്സിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെയർ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ടു ബി മിക്സഡ് ഈസ് സ്മോൾ. ഓക്കെ, നമുക്ക് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സ്മോൾ ക്വാണ്ടിറ്റി കോൺക്രീറ്റ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡ് മിക്സിങ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഹാൻഡ് മിക്സിങ്ങിൽ ആദ്യം ചെയ്യുന്നത് നമ്മൾ ആദ്യം സിമൻറ്റും സാൻഡും കൂടി ഡ്രൈ സ്റ്റേറ്റിൽ ആദ്യം മിക്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു ഹാർഡ് പ്ലാറ്റ്ഫോം ഇതാണെന്ന് വയ്ക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർഡ് പ്ലാറ്റ്ഫോം. ഈ ഹാർഡ് പ്ലാറ്റ്ഫോമിന് മുകളിലായിട്ട് നമ്മുടെ കോഴ്സ് അഗ്രിഗേറ്റ്, എന്താണ് കോഴ്സ് അഗ്രിഗേറ്റ് നമ്മൾ പ്ലേസ് ചെയ്യും. എങ്ങനെ പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് സ്പ്രെഡ് ഓൺ ദ പ്ലാറ്റ്ഫോം ഇൻ യൂണിഫോം തിക്നെസ്. അപ്പോൾ ഈ ഒരു യൂണിഫോം തിക്നെസ്സിലായിരിക്കും. ആ തിക്നെസ് വേരിയിങ് ഫ്രം 20 to 30 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ സിമെൻറ്റും സാൻഡും നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു ഡ്രൈ മിക്സ് ചെയ്തു. ഇനി അടുത്ത് എന്താണ്, ആ ഹാർഡ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ എന്തിടണം, ഇതെന്തുമാണ്, കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. ഓക്കെ, ഈ കോഴ്സ് അഗ്രിഗേറ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നു ടു യൂണിഫോം തിക്നെസ്. ആ തിക്നെസ് വേരിയിങ് ഫ്രം 20 to 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഈ മിക്സഡ് സിമെൻറ്റും സാൻഡും എന്നിട്ട് എന്ത് ചെയ്യണം, ഈ യൂണിഫോം തിക്ക് ലെയറായിട്ട് ഈ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ മുകളിലേക്ക് ഇതിനെ കൊണ്ടുവന്നിടുക. സിമെൻറ്റും സാൻഡും കൊണ്ടിട്ടു. ഓക്കെ, ഇനി ആദ്യം എന്ത് ചെയ്യണം, അതിനെ ഡ്രൈ മിക്സിങ് ആദ്യം ചെയ്യുക. ദെൻ നമ്മൾ മെഷേർഡ് ക്വാണ്ടിറ്റി വാട്ടർ എന്ത് ചെയ്യും, ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം, വെറ്റ് മിക്സിങ് നമ്മൾ ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിനകത്ത് ഹാൻഡ് മിക്സിങ്ങിനകത്ത് പഠിക്കാൻ. അപ്പോൾ ഹാൻഡ് മിക്സിങ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ഹാർഡ് പ്ലാറ്റ്ഫോമിന് മുകളിലാണ്. അതുപോലെ നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കേണ്ട കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി സ്മോൾ ആണെങ്കിൽ നമ്മൾ ഹാൻഡ് മിക്സിങ് അഡോപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഹാൻഡ് മിക്സിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് സിമെൻറ്റും സാൻഡും കൂടി ആദ്യം ഡ്രൈ മിക്സ് ചെയ്യും. എന്നിട്ട് ഒരു ഹാർഡ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് സ്പ്രെഡ് ചെയ്യും ടു യൂണിഫോം തിക്നെസ് 20 to 30 സെൻറ്റിമീറ്റർ. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ സിമെൻറ്റും സാൻഡും ഡ്രൈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സിമെൻറ്റും സാൻഡും യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതിനെ ഡ്രൈ മിക്സ് ആദ്യം ചെയ്യുന്നു. എന്നിട്ട് മെഷേർഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വെറ്റ് മിക്സിങ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഹാൻഡ് മിക്സിങ്. ഇനി അടുത്ത് വരുന്നത് എന്താണ്, നമ്മുടെ മെഷീൻ മിക്സിങ് ആണ്. മെഷീൻ മിക്സിങ് എന്ന് നമ്മൾ എന്താണ്, ഹാൻഡ് കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്, ബൈ യൂസിങ് കോൺക്രീറ്റ് മിക്സേഴ്സ്. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു മെഷീനിൻ്റെ പേരാണ് കോൺക്രീറ്റ് മിക്സർ. അപ്പോൾ കോൺക്രീറ്റ് മിക്സേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെഷീൻ മിക്സിങ് നടത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ മെഷീൻ മിക്സിങ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ബിഗ് പ്രോജക്ട്സിൽ. ഓക്കെ, ബിഗ് പ്രോജക്റ്റ് ആകുമ്പോൾ അവിടെ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് റിക്വയർഡ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. അതുപോലെ തന്നെ ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ കണ്ടിന്യൂസ് ബിഗ് പ്രോജക്റ്റിനാണ് മെഷീൻ മിക്സിങ് യൂസ് ചെയ്യുന്നത്. അത് അവർക്ക് അതുപോലെ തന്നെ ബിഗ് പ്രോജക്ട്സിനാണ്. അതുപോലെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് റിക്വയർഡ് ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് മിക്സിങ് ടൈപ്പ് എന്താണ്, നമുക്ക് കണ്ടിന്യൂസ് മിക്സിങ് ടൈപ്പ് മിക്സേഴ്സും ഉണ്ട്, ബാച്ച് മിക്സേഴ്സും ഉണ്ട്. ബാച്ച് എന്ന് എന്താണ്, നമ്മൾ ആദ്യമേ സിമെൻറ്റും സാൻഡും എല്ലാം കൊടുത്തു, എന്നിട്ട് അതിനെല്ലാം കൂടി ഈ മെഷീനകത്തിട്ട് മിക്സ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് യൂസ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ബാച്ച് നമ്മൾ കൊടുക്കുന്നു. അതാണ് ബാച്ച് ടൈപ്പ്. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻഗ്രീഡിയൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബിഗ് പ്രോജക്റ്റിന് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് മിക്സിംഗ് ടൈപ്പ് മിക്സേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്മോൾ വർക്കിന് നമ്മൾ യൂസ് ചെയ്യും മെഷീൻ മിക്സേഴ്സ്. ഓക്കെ, സ്മോൾ വർക്കിന് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്, ടിൽറ്റിംഗ് ഡ്രം ടൈപ്പ് മിക്സേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്മോൾ വർക്കിനാണെങ്കിൽ ടിൽറ്റിംഗ് ഡ്രം ടൈപ്പ് മിക്സേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിലെന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മെഷീൻ മിക്സിൽ ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട്. അതുവഴി നമ്മൾ അതിലേക്കുള്ള കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഫെഡ് ചെയ്യും.
എന്നിട്ട് അത് സ്വയം റൊട്ടേറ്റ് ചെയ്ത് അതിൽ മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഡ്രൈ മിക്സിങ് ചെയ്യും, പിന്നെയാണ് വെറ്റ് മിക്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ മിക്സിങ് ചെയ്തിട്ട് നമ്മൾ മെഷേർഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എത്ര നേരം ഈ വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം 2 to 3 minutes ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെറ്റ് മിക്സിങ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓർക്കുക. മെഷീൻ മിക്സിങ്ങിൽ 2 to 3 minutes ആണ് എന്ത് ചെയ്യുന്നത് വെറ്റ് മിക്സിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെഷീൻ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ കോൺക്രീറ്റ് മിക്സേഴ്സ് എന്ന് പറയുന്നതാണ് അതിൻ്റെ മെഷീൻസിനെ വിളിക്കുന്ന പേരാണ് കോൺക്രീറ്റ് മിക്സേഴ്സ്. നമുക്ക് ബിഗ് പ്രോജക്റ്റിനാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് മിക്സിംഗ് ടൈപ്പ് മിക്സേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ വർക്കിനാണെങ്കിൽ ടിൽറ്റിംഗ് ഡ്രം ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി കോൺക്രീറ്റ് നമ്മൾ അതിലേക്ക് ഒരു കൺവെയർ ബെൽറ്റ് വഴി നമ്മൾ കോൺക്രീറ്റ് ഫെഡ് ചെയ്യും. എന്നിട്ട് അതിന് ആദ്യം ഡ്രൈ മിക്സ് ചെയ്യും. എന്നിട്ട് മെഷീൻഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ 2 to 3 minutes ആണ് വെറ്റ് മിക്സിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മിക്സിങ് ഓഫ് കോൺക്രീറ്റ്. ഇനി അടുത്ത് വരുന്നത് സ്ലം ടെസ്റ്റ് ആണ്. ഓക്കെ, സ്ലം ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. സ്ലം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഫേംലി ഫേം ഗ്രൗണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ചൂസ് ചെയ്യണം. ഓക്കെ, അതിലേക്ക് ഒരു സ്റ്റാൻഡേർഡ് സ്ലംബ് നമ്മൾ സ്ലംബിൻ്റെ കോണുണ്ടല്ലോ, കോണെന്ന് പറയുന്നത് എങ്ങനെയാണ്, സ്ലംബിൻ്റെ കോണെന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് എ ഫ്രസ്റ്റ. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ വയ്ക്കുക. ഇതിൻ്റെ താഴത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു സ്ലംബ് കോണെടുത്ത് ആ ഒരു പ്ലാറ്റ്ഫോമിന് മുകളിൽ അല്ലെങ്കിൽ ആ ഒരു ഫേം ഗ്രൗണ്ടിന് മുകളിൽ വയ്ക്കുന്നു. അതിൻ്റെ താഴത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. മുകളിലത്തെ ഡയമീറ്ററോ ഇറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ. ഇനി സ്ലംബ് കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത്ര അറിഞ്ഞിരിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ 1/4 ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നു, കോൺക്രീറ്റ് ഫില്ല് ചെയ്യുവാണ്. ഓക്കെ, ഫില്ല് ചെയ്തിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യണം, റാം ചെയ്യണം. റാംഡ് വിത്ത് എ റോഡ്. ഓക്കെ, ഒരു റോഡ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റാം ചെയ്യുന്നു. റാം ചെയ്യുന്നു ഞാൻ ഇടിക്കുക. ഓക്കെ, അപ്പോൾ ഈ റോഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 16 mm. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആ റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 16 mm ഡയമീറ്റർ, 60 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് ആ റോഡിൻ്റെ 60 സെൻറ്റിമീറ്റർ ലെങ്താണ് റോഡിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ഇതിൽ ഓരോ തവണയും റാം ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന നമ്പർ ഓഫ് സ്ട്രോക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വേരീസ് ഫ്രം 20 to 30. ഓക്കെ, 20 to 30 സ്ട്രോക്സ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കാം. എന്നിട്ട് റിമൈനിങ് പോർഷൻ ഓഫ് ദ കോൺ നമ്മൾ എന്ത് ചെയ്യുന്നു, 1/4 ആണ് ഇപ്പോൾ ഫില്ല് ചെയ്തത്. അങ്ങനെ 4 ലെയർ വരും. ആ 4 ലെയറും ഇതേപോലെ ഫില്ല് ചെയ്യുക, റാം ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഈ കോണ് ഗ്രാജ്വലി റൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് എന്ന് പറയുന്നത് സബ്സൈഡ് ആവും. ഓക്കെ, കോൺക്രീറ്റ് മാത്രമായിട്ട് അവിടെ വരും. അപ്പോൾ കോൺക്രീറ്റ് അവിടെ വീണ് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വയ്ക്കുക നമ്മുടെ കോൺക്രീറ്റ്. ഇവിടുത്തെ താഴത്തെ ഡയമീറ്റർ 20 സെൻറ്റിമീറ്റർ ആണ്, ആണല്ലോ. ഇനി എന്ത് ചെയ്യണം, ഈ കോൺക്രീറ്റിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുക. ആണെന്ന് വയ്ക്കുക. കോൺക്രീറ്റിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്തു. നമുക്ക് സ്ലംബ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, സ്ലംബ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിഡക്റ്റിംഗ് ദിസ് ഹൈറ്റ് ഓഫ് കോൺക്രീറ്റ് ആഫ്റ്റർ സബ്സിഡൻസ് ഫ്രം 30 സെൻറ്റിമീറ്റർ. 30 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇനിഷ്യൽ ഹൈറ്റ് അല്ലേ. അപ്പോൾ 30 മൈനസ് ദിസ് h. ഓക്കെ, കോൺക്രീറ്റ് സബ്സിഡൈസ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഹൈറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ സ്ലം വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് അതുകൊണ്ട് സ്ലം ടെസ്റ്റ്. അപ്പോൾ സ്ലം ടെസ്റ്റ് ഒന്നുകൂടെ പറയാം. ആദ്യം നമുക്കൊരു കോണുണ്ട് അല്ലേ, സ്ലം കോണുണ്ട്. സ്ലം കോണിൻ്റെ താഴത്തെ ഡയമീറ്റർ 20 സെൻറ്റിമീറ്റർ, മുകളിൽ ടോപ്പ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ 1/4 എന്ത് ചെയ്യുന്നു, നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഒരു റോഡ് വെച്ച് റാം ചെയ്യണം. ആ റോഡിൻ്റെ ഡയമെൻഷൻ പറയുന്നത് ഡയമീറ്റർ 16 mm, ലെങ്ത് 60 സെൻറ്റിമീറ്റർ. എന്നിട്ട് നമ്മൾ എത്ര സ്ട്രോക്സ് ആണ് കൊടുക്കുന്നത്, 20 to 30 സ്ട്രോക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, ഈ സ്ലം കോണിനെ പതുക്കെ പൊക്കുക. അന്നേരം എന്തെങ്കിലും കോൺക്രീറ്റ് സബ്സൈഡ് ചെയ്തതിന് ശേഷം ആ കോൺക്രീറ്റിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുക. അതാണ് h. അതിനെ നമ്മുടെ സ്ലമ്മിൻ്റെ ഹൈറ്റ് സ്ലം കോണിൻ്റെ ഹൈറ്റ് എത്രയാണ്, 30. അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ സ്ലമ്മിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് സ്ലം ടെസ്റ്റ്? സ്ലം ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് നാസ് ദ ഫെസിലിറ്റി ടു easily detect the difference in water content. എന്താണ് ഡിഫറൻസ് ഇൻ വാട്ടർ കണ്ടൻറ്റ് ഓഫ് സക്സസീവ് ബാച്ചസ്
of concrete of the same identical mix. ഓക്കെ, സെയിം ഐഡൻറ്റിക്കൽ മിക്സിൻ്റെ സക്സസീവ് ബാച്ചസിൻ്റെ എന്താണ് വാട്ടർ കണ്ടൻറ്റിനുള്ള ഡിഫറൻസ് നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ടർ കണ്ടൻറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വാട്ടർ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ലം ടെസ്റ്റ് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്പാരറ്റസ്, നമ്മൾ സ്ലം ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോർട്ടബിൾ. അതെന്ന് പറയുന്നത് എന്താണ്, പോർട്ടബിൾ ആണ്. അതുപോലെ തന്നെ കൺവീനിയൻറ്റ് ടു ബി യൂസ്ഡ് അറ്റ് സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു അപ്പാരറ്റസ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സക്സസീവ് ബാച്ചസിലുള്ള കോൺക്രീറ്റിൻ്റെ, അതായത് ഐഡൻറ്റിക്കൽ മിക്സിൻ്റെ സക്സസീവ് ബാച്ചസിലുള്ള കോൺക്രീറ്റിൻ്റെ വാട്ടർ കണ്ടൻറ്റിലുള്ള ചേഞ്ച് നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് എന്താണ്, പോർട്ടബിൾ ആണ്. ഓക്കെ, പോർട്ടബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സൈറ്റിലൊക്കെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ നമുക്ക് കിട്ടുന്ന സ്ലം വാല്യൂ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വർക്കബിലിറ്റി ഒന്നും നമുക്ക് കിട്ടത്തില്ല അല്ലേ. സോ ദർ ഈസ് നോ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്കബിലിറ്റി ആൻഡ് സ്ലംബ് വാല്യൂ അല്ലേ. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ. എന്താണ്, സ്ലം വാല്യൂവും വർക്കബിലിറ്റിയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്ലം ടെസ്റ്റിന് നമുക്ക് നടത്തണം ഉണ്ടെങ്കിൽ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്, നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 40 mm. എത്രയാണ്, ഷുഡ് നോട്ട് എക്സീഡ് 40 mm. നമ്മൾ ഈ സ്ലം ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് 40 mm കൂടാൻ പാടില്ല, എങ്കിൽ സ്ലം ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ സ്ലംബ് എന്ന് പറയുന്നത് എന്താണ്, പ്ലാസ്റ്റിക് മിക്സിൻ്റെ കേസസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സ്ലംബ് ഒക്കേഴ്സ് ഓൺലി ഇൻ കേസ് ഓഫ് പ്ലാസ്റ്റിക് മിക്സസ്. ഇറ്റ് ഡസ് നോട്ട് ഒക്കർ ഇൻ കേസ് ഓഫ് ഡ്രൈ മിക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ലംബ് കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇല്ല. പ്ലാസ്റ്റിക് മിക്സിൻ്റെ കേസസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്ലംബ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇത് മൂന്നുമാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. എന്താണ്, വർക്കബിലിറ്റിയും സ്ലം വാല്യൂയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റിൻ്റെ മാക്സിമം സൈസ് ഷുഡ് നോട്ട് എക്സീഡ് 40 mm ആണ്. ഇനി പ്ലാസ്റ്റിക് മിക്സസിൽ മാത്രമേ നമുക്ക് ഈ സ്ലം ടെസ്റ്റ് നടത്താൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു ടേബിൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെക്കമെൻഡഡ് സ്ലംസ് ഓഫ് കോൺക്രീറ്റ്, ഓരോ പർപ്പസ് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് അതിൻ്റെ സ്ലം വാല്യൂ എത്രയായിരിക്കണം എന്നുള്ളത്. ആദ്യം വന്ന് കോൺക്രീറ്റ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നതാണെങ്കിൽ 20 to 40 mm ആയിരിക്കണം സ്ലം വാല്യൂ. ഇനി കോൺക്രീറ്റ് ഫോർ പാരപ്പറ്റ്, സ്ലാബ്, വാൾസ് ആൻഡ് പിയേഴ്സ് ആണെങ്കിൽ 40 to 50 mm. മാസ് കോൺക്രീറ്റ് ആണെങ്കിലോ 25 to 50 mm. കനാൽ ലൈനിങ്ങിന് യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് ആണ് 70 to 80 mm. RCC വർക്ക് ആണെങ്കിൽ 80 to 150 mm. ബീംസ് ആൻഡ് സ്ലാബ്സ് ആണെങ്കിൽ 50 to 100 mm. കോൺക്രീറ്റ് ഫോർ ആർച്ച് ആണെങ്കിൽ 90 to 100 mm. അപ്പോൾ ഇത്രയും വാല്യൂസ് പഠിച്ചു വയ്ക്കും. ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ചോദിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.